സോ HTML ഫയൽ ഡൗൺലോഡ് ആയ ശേഷം ബ്രൗസർ അതിനെ എന്ത് ചോദിച്ചാൽ ആദ്യം പാഴ്സ് ചെയ്യും, പിന്നെ അതിനെ അത് റെൻഡർ ചെയ്യും. ഓക്കെ, ബ്രൗസർ സാധാരണ HTML ഫയൽ നമ്മൾ ടോപ്പ് ടു ബോട്ടമാണ് വായിക്കുക. ഓക്കെ, ഇത് ഇതിൻ്റെ ഇടയിലൊക്കെ സ്ക്രിപ്റ്റ് ടാഗ് വന്നു കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഹൗ വി ലോഡ് ഇറ്റ്, ചിലപ്പോൾ മുകളിലായിരിക്കും ചിലപ്പോൾ അവസാനമായിരിക്കും സ്ക്രിപ്റ്റ് പ്രയോഗം എടുക്കണ്ടാവുക. ഞാൻ മുകളിലാന്ന് വിചാരിക്കുക. സോ ബ്രൗസർ സ്ക്രിപ്റ്റ് കണ്ടാൽ അത് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ HTML എലമെൻറ്റ്സ് കണ്ടാൽ പിന്നെ അത് പാസ് ചെയ്ത് റെൻഡർ ചെയ്യും. ഓക്കെ, സോ അവസാനം അത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സ്ക്രീനിലേക്ക് പിക്സൽ ഡ്രോ ചെയ്യും. അതായത് നമ്മൾ കാണുന്ന ടൈറ്റിൽ, ബട്ടൺ, ടെക്സ്റ്റ് എല്ലാം തന്നെയാണ് അത് കാണിക്കുന്നത്, ബ്രൗസർ സ്ക്രീനിൽ കാണിക്കുന്നത്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് വെബ് പേജ് ലോഡ് ആകുന്നത് ബ്രൗസർ വഴി തന്നെയാണ്. ആൻഡ് റിമെമ്പർ, ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ഹോസ്റ്റഡ് ലാംഗ്വേജ്. ഈ ഹോസ്റ്റഡ് ലാംഗ്വേജ് എന്താണെന്ന് പറയാൻ കാരണം വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ എൻവയോൺമെൻറ്റ് ബ്രൗസറാണ് നൽകുന്നത്. ഓക്കെ, സോ ബ്രൗസർ ആണെന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ക്രോമിൽ നമ്മൾ V8 എഞ്ചിൻ യൂസ് ചെയ്യുന്നുണ്ട്,